Module 4, noise pollution. So first pollution definition the introduction into the environment by people of substance or energy liable to cause harm to living creatures or ecology. So how did pollution begin? Pollution എങ്ങനെയാണ് cause ചെയ്യുക? More sophisticated lifestyle, growing needs of people, accelerated rates of human and economic activities. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷന്റെ കോസസ് ഒക്കെ പഠിച്ചപ്പോൾ അർബനൈസേഷൻ ഒരു എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അർബനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഗ്രോയിങ് നീഡ്സ് ഓഫ് സിറ്റീസ്, ഇപ്പൊ ടൗൺസിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സിറ്റീസിന്റെ എക്സ്പാൻഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടി വരും. അതേ കണക്ക് തന്നെ ഒരുപാട് വേസ്റ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ പറയുന്നത് മോർ സോഫിസ്റ്റിക്കേറ്റഡ് ലൈഫ് സ്റ്റൈൽ, ഗ്രോയിങ് നീഡ്സ് ഓഫ് പീപ്പിൾ, ആക്സിലറേറ്റഡ് റേറ്റ്സ് ഓഫ് ഹ്യൂമൻ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പൊ ഗ്രോയിങ് നീഡ്സ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം എല്ലാ വീട്ടിലും ഒരു 2-വീലർ വെഹിക്കിൾ എങ്കിലും ഇപ്പൊ മിനിമം ഉണ്ടാവും. അപ്പോൾ എന്താണ്? ഫോസിൽ ഫ്യൂവലിന്റെ കൺസംപ്ഷൻ കൂടുതലാണ്. സോ മെയിൻ ആയിട്ട് നമ്മൾ പൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്തു: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ. ഇപ്പൊ എയർ പൊല്യൂഷൻ നമ്മൾ മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തു, വാട്ടർ പൊല്യൂഷൻ മോഡ്യൂൾ 2 ഡിസ്കസ് ചെയ്തു, ലാൻഡ് പൊല്യൂഷൻ നമ്മൾ 3rd മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. നമ്മുടെ 4th മോഡ്യൂളിൽ നമ്മൾ പറയുന്നത് നോയിസ് പൊല്യൂഷൻ ആണ്. എന്താ നോയിസ് എന്ന് വെച്ചാൽ? അൺവാണ്ടഡ് സൗണ്ട് ദാറ്റ് ആർ അനോയിങ്, ഡിസ്ട്രാക്ടിങ് ഓർ ഡാമേജിങ് ടു വൺസ് ഇയർ. അപ്പൊ നോയിസ് പൊല്യൂഷൻ, അൺവാണ്ടഡ് സൗണ്ട് ആണ് നോയിസ് എന്ന് പറയുന്നത്. Unwanted sound that are annoying, distracting or damaging one's hearing. Hearing disability വരെ cause ചെയ്യുന്നതാണ് noise pollution. So what is a noise pollution? എന്താണ് noise pollution? Any unwanted sound. അപ്പോൾ സൗണ്ട് നമുക്ക് വേണ്ട സൗണ്ടും ഉണ്ട്, അൺവാണ്ടഡ് സൗണ്ടും ഉണ്ട്. Any unwanted sound that penetrate the environment is a noise pollution. Any unwanted soundനെയാണ് നമ്മൾ noise pollution എന്ന് പറയുന്നത്. In generally, noise pollution refers to any noise irritating to one's ear which comes from an external source. അപ്പോൾ എന്താണ്? Noise pollution refers to any noise irritating to one's ear which comes from an external source. Okay. What is noise pollution? So noise pollution ന്റെ കുറച്ച് explanations ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Noise pollution is the sound that is unwanted or disrupts one quality of life is called a noise. When there is a lot of noise in the environment, it is termed as noise pollution. When there is a lot of noise in the environment, it is termed as noise pollution. Then again, a sound becomes undesirable when it disturbs the normal activities. Sound becomes undesirable when it disturbs the normal activities such as working, sleeping, and during conversations. It is an undesirable environment problem because of the fact that we can't see, smell, or taste. Above noise pollution, we can't see, smell, or taste. World Health Organization stated that noise must be recognized as a major threat to human well-being because noise pollution അത് വളരെ harmful ആണ്. ഇപ്പോൾ നമുക്ക് വാട്ടർ പൊല്യൂഷനും അതേ കണക്ക് തന്നെ എയർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷൻ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിന്റെ സോഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ നോയിസ് പൊല്യൂഷൻ എന്താണ്? നമ്മൾ ആ സോഴ്സിന് തന്നെ ഇല്ലാതാക്കണം. ആ സോഴ്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ തന്നെ ഇല്ലാതാക്കണം. അപ്പം എയറും വാട്ടറും ലാൻഡ് പൊല്യൂഷൻ ഒക്കെ എന്താണ്? ആ പൊല്യൂട്ടന്റ് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ വാട്ടർ പൊല്യൂഷൻ, ഇപ്പൊ എനി ലിക്വിഡ് ബേസ് ആണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ലിക്വിഡിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിന്റെ ഹസാർഡസ് മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് നമ്മുടെ വാട്ടർ റിസോഴ്സിലേക്ക് ഇടാം. പക്ഷെ നോയിസ് പൊല്യൂഷൻ അങ്ങനെയല്ല. നോയിസ് എന്ത് ചെയ്യാൻ പറ്റില്ല. നോയിസിന് എന്താ ആ സോഴ്സ് തന്നെ നമുക്ക് കളഞ്ഞാലേ ആ പൊല്യൂഷനെയും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് നോയിസ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. There are two kinds of noise pollution. First one ആണ് community noise or environmental noise. Second one ആണ് occupational noise or industrial noise pollution. So there are two types of noise pollution. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണ് നോയിസ് പൊല്യൂഷൻ വരുന്നത്.
മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് നോയ്സ് പൊല്യൂഷൻ. ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിറ്റി നോയ്സ്, സെക്കൻഡ് വൺ ഒക്കുപേഷണൽ നോയ്സ്. കമ്മ്യൂണിറ്റി നോയ്സിനകത്ത് എയർക്രാഫ്റ്റ് നോയ്സ്, റോഡ്വേ നോയ്സ്, അണ്ടർ വാട്ടർ നോയ്സ് പൊല്യൂഷൻ. എയർക്രാഫ്റ്റ്, റോഡ്വേ, അണ്ടർ വാട്ടർ നോയ്സ് പൊല്യൂഷൻ. ഒക്കുപേഷണൽ നോയ്സ് ആണ് നമ്മുടെ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന നോയ്സ് പൊല്യൂഷൻ ആണ് നമ്മൾ ഒക്കുപേഷണൽ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി നോയ്സ്. എന്താണ് കമ്മ്യൂണിറ്റി നോയ്സിനകത്ത് വരുന്നത്? Is defined as a noise emitted from all source except at industrial workplace. So community noise is defined as a noise emitted from all sources except at the industrial workplace. അപ്പോൾ except industrial workplace ബാക്കി എല്ലാ നോയ്സും നമ്മൾ കമ്മ്യൂണിറ്റി നോയ്സിനകത്താണ് പറയുന്നത്. അപ്പോൾ മെയിൻ സോഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി നോയ്സ് ഇൻക്ലൂഡ് റോഡ്, റെയിൽ ആൻഡ് എയർ ട്രാഫിക്, കൺസ്ട്രക്ഷൻ ആൻഡ് പബ്ലിക് വർക്ക് ആൻഡ് ദ നെയ്ബർഹുഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ നോയ്സ് ഒഴിച്ച് ബാക്കി എല്ലാ നോയ്സിനും കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് കമ്മ്യൂണിറ്റി നോയ്സ് എന്നുള്ളത്. കമ്മ്യൂണിറ്റി നോയ്സ് ഞാനത് എന്തൊക്കെ വരും നോക്കി. ടിപ്പിക്കൽ നെയ്ബർഹുഡ് നോയ്സ് കംസ് ഫ്രം ലൈവ് ഓർ റെക്കോർഡഡ് മ്യൂസിക്, ഫ്രം സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് മോട്ടോർ സ്പോർട്സ്, ഫ്രം പ്ലേ ഗ്രൗണ്ട്സ് ആൻഡ് കാർ പാർക്സ്, ആൻഡ് ഫ്രം ഡൊമസ്റ്റിക് ആനിമൽസ് സച്ച് ആസ് ബാർക്കിംഗ് ഓഫ് ഡോഗ്സ്. പല ഡെവലപ്ഡ് കൺട്രീസിലും ഇപ്പോൾ എന്താണ് ഡോഗ്സ് ഒരുപാട് കിടന്ന് ബാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്താണ് ന്യൂസൻസ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലില്ലെന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എയർക്രാഫ്റ്റ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ എയർക്രാഫ്റ്റ് നോയ്സ് പൊല്യൂഷൻ ഇപ്പോൾ എയർപോർട്ടിനടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തെന്ന് പറയുമ്പോൾ എന്താണ് എയർപോർട്ടിനടുത്തേക്ക് വരുമ്പോൾ ഫ്ലൈറ്റ് എന്താണ് ഒരുപാട് താന്നാണ് പറക്കുന്നത്. അപ്പൊ എയർക്രാഫ്റ്റിന്റെ നോയ്സ് വളരെ ഒരു ഹാർംഫുൾ എഫക്റ്റ് ആണ്. ഒരുപാട് ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Noise from planes flying over the residential areas impairs people's ability to work, learn in schools and sleeps, and consequently also results in lowered property values in affected areas. അപ്പോൾ എയർപോർട്ടിനടുത്തൊക്കെ നമുക്ക് വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ അതിന് വില കുറവായിരിക്കും എന്ന് വെച്ചാൽ ഈ പറയുന്ന പൊല്യൂഷൻ കാരണം. റോഡ്വേ നോയ്സ് പൊല്യൂഷൻ. സോ അത് നമ്മൾ എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊല്യൂഷനാണ് റോഡ്വേ നോയ്സ് പൊല്യൂഷൻ. ഇസ് എ കളക്റ്റീവ് സൗണ്ട് എനർജി emanating from motor vehicles. അപ്പോൾ റോഡ്വേ വെഹിക്കിൾസിന്റെ സൗണ്ട്, അതേ കണക്ക് തന്നെ വെഹിക്കിൾസിന്റെ ഹോണിന്റെ സൗണ്ട് എന്താണ് അത് വളരെ ഒരു എന്താ അനോയിങ് സൗണ്ട്സ് ആണ്. എപ്പോഴും ആ സൗണ്ടോട്ട് എക്സ്പോസ്ഡ് ആകുന്നവർക്ക് എന്താണ് ചെവി വേദനയും ഇയർ പെയിനും അതേ കണക്ക് തന്നെ ഗ്രാജുവൽ ലോസ് ഓഫ് ഹിയറിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗ്രാജുവൽ ലോസ് ഓഫ് ഹിയറിംഗ്, ലൗഡ് നോയ്സ് എപ്പോഴും നമ്മുടെ ഇയർ ഡ്രമ്മിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പോൾ ഇയർ ഡ്രമ്മിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഇയർ ഡ്രം അതാണ് ചുരുങ്ങിപ്പോ, അല്ലെങ്കിൽ ആ ഇയർ ഡ്രമ്മിനകത്ത് ചെറിയ ഇയർ ഡ്രംസിന്റെ മസിൽസിനകത്ത് ഡാമേജസ് സംഭവിക്കും. ആ ഡാമേജസ് ഒന്നും ഒരിക്കലും പഴയ കണക്കാക്കാൻ പറ്റില്ല. So that ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. In USA, it contributes to more environmental noise exposure than any other noise source and is constituted chiefly of engine, tire, aerodynamic and braking elements. So USA-ൽ roadway noise pollution ആണ് ഏറ്റവും കൂടുതൽ. More environmental noise pollution than any other noise sources. USA-ൽ ഏറ്റവും കൂടുതൽ വരുന്ന നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നത് റോഡിൽ നിന്നാണ്. In Western countries as well as lesser developed countries, roadway noise is expected to contribute a proportionately larger share of total social noise pollution. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്കുള്ള എന്താണ് റോഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. റോഡ് ട്രാഫിക് ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ റോഡിൽ നിന്നുള്ള നോയ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്ന നോയ്സ് പൊല്യൂഷൻ. അണ്ടർ വാട്ടർ നോയ്സ് പൊല്യൂഷൻ. അണ്ടർ വാട്ടർ നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ഈ ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പലതും നമുക്ക് അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലൂടെ, അതേ കണക്ക് തന്നെ മെറൈൻ എൻവയോൺമെന്റ് കടലിനടിയിലൂടെ ഒക്കെ നമ്മൾ കേബിൾസ് ഇടാറാണ്. അപ്പോൾ കേബിൾസ് ഇടുമ്പോൾ എന്താണ് വലിയ ഡ്രഡ്ജിങ് എക്യുപ്മെന്റ്സും അതേ കണക്ക് തന്നെയുള്ള സാധനങ്ങളും യൂസ് ചെയ്യേണ്ടി വരും. അതേ കണക്ക് തന്നെ സബ്മറൈൻസ് പോലുള്ള ഷിപ്സ് എന്താണ് അത് ഇറ്റ്സ് മൂവിങ് അണ്ടർ ഓഷ്യൻസ്. അത് കണക്ക് തന്നെ വലിയ ഷിപ്സ്, ഇതൊക്കെ എന്താണ് നോയ്സസ്, ഷിപ്സിന്റെ ടർബൈൻസിന്റെ
ഷിപ്സിനകത്തുള്ള ടർബൈൻസ് ഇതെല്ലാം എന്താണ് സീക്ക് അടിയിൽ അല്ലെങ്കിൽ ഓഷ്യൻസിൽ നോയിസ് പൊല്യൂഷനുള്ള കാരണമാകുന്നുണ്ട്. അതേ കണക്ക് തന്നെ കോസ്ഡ് ബൈ യൂസ് ഓഫ് എക്സ്പ്ലോസീവ്, oceanographic experiments, geophysical research, underwater constructions, ship traffic, intense active sonars and air guns used for seismic surveys, for oil and related activities. Occupational noise. അപ്പോൾ occupational noise നമ്മൾ പറഞ്ഞിരുന്നു. എന്താ occupational noise? ഇൻഡസ്ട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് occupational noise. അപ്പോൾ നമുക്ക് ഫാക്ടറീസിന്റെ സൈറൻസ്, ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ എന്താണ് ഫാക്ടറീസിൽ സൈറൻ വരും. അപ്പോൾ ഫാക്ടറീസിന്റെ സൈറൻ ഒക്കെ ഒരു ഒക്കുപേഷണൽ നോയിസ് ആണ്. അതേ കണക്ക് തന്നെ അവിടുത്തെ മെഷീൻസിന്റെ ഓപ്പറേഷൻസും ഒരു ഒക്കുപേഷണൽ നോയിസ് ആണ്. നമുക്കറിയാം വലിയ ഫാക്ടറീസിൽ എപ്പോഴും ലൗഡ് സൗണ്ടുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്ന ഫാക്ടറീസിൽ അവിടുത്തെ വർക്കേഴ്സിന് എന്താണ് ഹെഡ്സെറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. എക്സ്റ്റേണൽ സൗണ്ട് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്സെറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് അവർ ലൗഡ് സൗണ്ടുമായിട്ട് കണ്ടിന്യൂസ് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഗ്രാജുവൽ ലോസ് ഓഫ് ഹിയറിംഗ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു 10 വർഷം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ മാറും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്താണ് എക്സ്റ്റേണൽ വോയിസ് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഹെഡ്സെറ്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ സോഴ്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ നമ്മൾ പറഞ്ഞു സ്ട്രീറ്റ്, റെയിൽ റോഡ്സ്, എയ്റോപ്ലെയിൻസ്, കൺസ്ട്രക്ഷൻ, consumer products. So നമുക്കറിയാം നോയിസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡെസിബെൽസിലാണ്. നോയിസ് മെഷർ ചെയ്യുന്നത് ഡെസിബെൽസിലാണ്. അപ്പോൾ റെയിൽ റോഡ്സിന്റെ നോയിസിന്റെ റേഞ്ച് പറയാണ്. റെയിൽ കാർ retarders can produce a high frequency, high level screech that can reach peak levels of 120 decibels. 120 decibels at a distance of 100 feet, which translates to high level as 130 or 140 decibels at the railroad workers here. About rail cars 120, 130, 140 and a maximum 140 decibels vare sounds produce here. Construction noise, demolition of construction workers. ഇപ്പോൾ നമ്മൾ പുതിയ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓൾഡ് സ്ട്രക്ചേഴ്സ് ഡിമോളിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാണ്. ഇപ്പോൾ ഇമേജ് കാണിച്ചിരിക്കുന്ന കോൺക്രീറ്റ് കട്ട് ചെയ്യാനായിട്ട് കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യാണ്. അപ്പോൾ കട്ടിംഗ് മെഷീൻ എന്താണ് കോൺക്രീറ്റ് പോലുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു സാധനം കട്ട് ചെയ്യുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യും, ലൗഡ് നോയിസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതാണ് കൺസ്ട്രക്ഷൻ നോയിസിനകത്ത് വരുന്നത്. നോയിസ് ഇൻ ബിൽഡിംഗ്. Noise in building. Apartment dwellers are often annoyed by noise in their home, especially when the building is not well designed and constructed. In case internal building noise from plumbing. അപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്നത് ഇന്റേണൽ നോയിസ് എന്തൊക്കെയാ നോക്കാം. Internal building noises from plumbing, boilers, generators, air conditioners and fan can be audible and annoying. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫാൻ, സീലിംഗ് ഫാൻസ് അല്ലെങ്കിൽ ടേബിൾ ഫാൻസ്. നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻസിന്റെ പൊസിഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഫാൻ കറങ്ങുന്നതനുസരിച്ച് ലൗഡ് നോയിസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് സീലിംഗ് ഫാൻസിനകത്തും വരാം. അതേപോലെ ടേബിൾ ഫാന്റെ ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ചിലർക്കൊക്കെ ഭയങ്കര അനോയിങ് ആണ്. അത് കണക്കാണ് എയർ കണ്ടീഷണേഴ്സ് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്തില്ലെങ്കിലും അതിനകത്ത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകണക്ക് പ്ലംബിംഗ്, ബോയിലേഴ്സ്, ജനറേറ്റേഴ്സ്. ഇത് 1-2 കേസ് സ്റ്റഡീസ് ആണ്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഷാറുഖ് ഖാൻ, ഷാറുഖ് ഖാനൊക്കെ എതിരെ വന്ന നോയിസ് പൊല്യൂഷനെതിരെയുള്ള ഒരു കേസ് സ്റ്റഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോയിസ് പൊല്യൂഷൻ നമ്മൾ പറഞ്ഞു എന്താണ് അണ്ടർഗ്രൗണ്ട് ഓഷ്യൻസിനകത്ത് വരുന്ന നോയിസ് പൊല്യൂഷന്റെ എഫക്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Caused by noise pollution is the death of certain species of beast whales brought on by the loud sound of military sonar. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഭൂമി എന്താ ഓഷ്യൻസിനടിയിൽ കൂടി മിലിറ്ററി ഷിപ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ ഷിപ്സിന്റെ എന്താണ് അത് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് റേഡിയേഷൻസും അത് കണക്ക് തന്നെ സോണാർ അത് കണക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൗഡ് സൗണ്ട് അല്ലെങ്കിൽ ഹൈ ഡെസിബൽ സൗണ്ട്സ് മറൈൻ ഓർഗാനിസത്തിന് ഹാർംഫുൾ ആണ്. അത് കണക്ക് തന്നെ ചിലപ്പോൾ അതിന്റെ ലൈഫിനെ വരെ ഹാർംഫുൾ ആയിട്ട് കോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു എക്സാമ്പിൾ ആണ് യൂറോപ്യൻ റോബിൻസ്.
യൂറോപ്യൻ റോബിൻസ്. ഈ കിളികൾ സാധാരണഗതിയിൽ രാവിലെ ആയിരുന്നു അതിങ്ങനെ എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറെ കാലങ്ങളായിട്ട് നൈറ്റ് ടൈമിലാണ് ഈ യൂറോപ്യൻ റോബിൻസിന്റെ അത് കരയുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതിന്റെ സയന്റിഫിക് സ്റ്റഡി പറയുന്നത് ഡേയ്സിൽ എന്താണ് ഒരുപാട് നോയിസ് പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് ഈ കിളികൾ രാവിലെ എന്തില്ല ഒരുപാട് സൗണ്ട്സ് അത് കരയോ ചിലക്കുകയോ ചെയ്യുന്നില്ല. നൈറ്റ് ടൈമിൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് നേച്ചർ ഒരുപാട് കൂളായി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ വളരെ കുറഞ്ഞ സമയങ്ങളിലാണ് യൂറോപ്യൻ റോബിൻസ് ഈ കിളികൾ അത് സിങ് ചെയ്യുന്നത്, അതായത് ചിലക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നോയിസ് പൊല്യൂഷന്റെ എഫക്റ്റ് ആണ് അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസിനകത്ത് ചേഞ്ചസ് കൊണ്ടുവന്നത്. ഇനി ലെവൽ ഓഫ് ടോളറൻസ്. Normal level of tolerance is 80 decibels. 80 decibels ആണ്. Sound level below and above is considered to be a noise pollution. അപ്പോൾ noise pollution, അപ്പോൾ any sound above or below 80 decibels is known as a noise pollution. 80 decibel കൂടുതലോ കുറവോ ആയ ഒരു സൗണ്ടിനെയാണെങ്കിൽ അതിനെ നോയിസ് പൊല്യൂഷൻ എന്നാണ് പറയുക. എങ്ങനെയാണ് നമുക്ക് നോയിസ് പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾക്ക് നമ്മുടെ ഇയറിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. അതിനകത്ത് ഇന്റേണൽ ഇയറിൽ there are about 25,000 hair cells in our ear which create waves in our ear responding to the levels of frequencies. നമുക്കറിയാം എന്താണ് ഒരു സൗണ്ട് ഒരു വേവ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ആ വേവ് വന്ന് എവിടെയാണ് നമ്മുടെ ഇയർ ഡ്രംസിൽ സ്ട്രൈക്ക് ചെയ്ത് അവിടുന്ന് അതെന്താണ് ആ ഇമ്പൾസ് ട്രാവൽ ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറയുന്നത്. എന്താണ് ഹൈ ഡെസിബിൾസ് ഓഫ് സൗണ്ട് എന്താ കോസ്? ഇറ്റ് വിൽ ഹൈ ലെവൽസ് ഓഫ് സൗണ്ട് ദ സെൽസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് ഡിക്രീസിങ് അവർ എബിലിറ്റി ടു ഹിയർ ദ ഹൈ ഫ്രീക്വൻസി സൗണ്ട്. ഒരുപാട് ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഇയർ ഡ്രമ്മിനെ അത് അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇയർ ഡ്രംസ് അതേ കണക്ക് തന്നെ ഇന്റേണൽ ഇയറിലുള്ള 3 സെൽസ് ഉണ്ട്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സ് എന്ന് പറയുന്ന 3 സെൽസ്. 3 ഇയറിനകത്തുള്ള 3 ബോൺസ്, സെൽസ് അല്ല 3 ബോൺസ് ഉണ്ട്. ആ ബോൺസിനെയൊക്കെ എന്താണ് അഫക്ട് ചെയ്യും. അപ്പൊ ആ ബോൺസിനെ ഒരിക്കലും നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാനോ അത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനോ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഹിയറിംഗ് ഡിസേബിലിറ്റി വന്നാൽ അത് ട്രീറ്റ് ചെയ്ത് പഴയ രീതിയിലേക്ക് ആക്കാൻ പറ്റാത്തത്. അതിന്റെ ഒറിജിനലിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒന്നും ഇല്ല. ഒന്നുകിൽ ഇയർ ഡ്രം മാറ്റി വെക്കുക, അല്ലെങ്കിൽ മാലിയസ് ഇൻകസ് സ്റ്റേപ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ മാറ്റി വെക്കുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹിയറിംഗ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ നോയിസ് ഹൈലി എക്സ്പോഷർ ടു നോയിസ് പൊല്യൂഷന്റെ കണ്ടിന്യൂസ് എക്സ്പോഷർ ടു നോയിസ് പൊല്യൂഷൻ കൊണ്ട് ഹിയറിംഗ് ഡിസേബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോയിസ് പൊല്യൂഷന്റെ എഫക്ട്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹിയറിംഗ് എംപയർമെന്റ്, ഇറ്റ് ഡിക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് എ മാൻ. എന്ന് വെച്ചാൽ നമുക്കൊരു കണ്ടിന്യൂസ് നോയിസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ വീട് ഒരു ടൗൺ ഏരിയയിൽ നിൽക്കുവാണ്, അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ അടുത്ത് നിൽക്കുവാണ്. എപ്പോഴും എന്താണ് വെഹിക്കിൾസ് മൂവ് ചെയ്യുന്ന ലൗഡ് നോയിസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് കണക്കിന് എയർ ഹോൺസ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും ഈ നോയിസ്. നമുക്കൊരു വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ, അതാണ് മൂന്നാമത്തെ പറയുന്നത്, ഒരു വർക്കിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും എക്സ്പോഷർ ടു ലൗഡ് നോയിസ് will reduce concentration. Pupil dilation, mental illness, it causes heart attack, digestive problems, temporary or permanent deafness, aggressive behavior, effect on animals, effect on property. അങ്ങനെ പല എഫക്ട്സും നമുക്ക് കോസ് ചെയ്യാറുണ്ട്. ഇനി ആനിമൽസിനെ എങ്ങനെ എഫക്ട് ചെയ്യാറുണ്ട്? ആനിമൽസിനെ എങ്ങനെയാണ് നോയിസ് പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നത്? നോയിസ് പൊല്യൂഷൻ ഡാമേജസ് ദ നെർവസ് സിസ്റ്റം ഓഫ് ആനിമൽസ്. സോ മനുഷ്യന്മാരെ മാത്രമല്ല നോയിസ് പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നത്, ആനിമൽസിനെ ഉണ്ട്. ഇറ്റ് ഡാമേജസ് ദ നെർവസ് സിസ്റ്റം ഓഫ് ആനിമൽ. Animal loses the control of its mind. They become dangerous. Noise have a determined effect on animals by causing stress, increasing risk of mortality by changing the delicate balance in predator or prey. So, scientists and researchers have conducted experiments that shows whale song length is longer when the submarine detectors are on. One second, either.
So continuous exposure to loud sound എന്താണ് ഹ്യൂമൻസിനെ മാത്രമല്ല in turn it will affect animals. Animals എന്ന് പറയുമ്പോൾ അത് മെറൈൻ നോയ്സ് ആണെങ്കിൽ അക്വാട്ടിക് ആനിമൽസിനെ എഫക്ട് ചെയ്യും. അതേ കണക്ക് തന്നെ അക്വാട്ടിക് ആനിമൽസിനെ എഫക്ട് ചെയ്യും. അതേ കണക്ക് തന്നെ എന്താണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ എന്താണ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെ റോഡ് കൺസ്ട്രക്ഷൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കണ്ടിന്യൂസ് വെഹിക്കിൾസിന്റെ മൂവ്മെന്റ് എന്താ കോസ് ചെയ്യുന്നത്, അവിടുത്തെ ഉള്ള ആനിമൽസിനും ഹാർംഫുൾ ആയിട്ട് തന്നെ കോസ് ചെയ്യും. അതിന്റെ നാച്ചുറൽ പാത്തിനെയൊക്കെ അത് എഫക്ട് ചെയ്യാണ്. സോ എന്തൊക്കെയാണ് അതിന്റെ എഫക്ട്സ് മെയിൻ കോസ് ചെയ്യുന്നത് നോക്കി. ഇറിവേഴ്സിബിൾ ഹിയറിംഗ് ലോസ്. നമുക്ക് ഒരിക്കലും ഹിയറിംഗ് ലോസ് വന്നു കഴിഞ്ഞാൽ ചെവി പഴയ രീതിയിലുള്ള ഹിയറിംഗ് ഒരിക്കലും കിട്ടില്ല. ബ്ലഡ് പ്രഷർ റൈസ് ഓഫ് 5 to 10 millimeter of mercury on 8-hour exposure to even 70 decibels of sound. Blood pressure 5 to 10 millimeter of mercury change ചെയ്യാറുണ്ട്. 8-hour exposure of 70 decibels. Hearing loss begins at 80 to 90 decibels. അപ്പോൾ 80 to നമ്മൾ പറഞ്ഞു നോർമൽ എന്താണ് എനി സൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 80 decibels എന്ന് വെച്ചാൽ നോയ്സ് പൊല്യൂഷൻ ആണ്. 80 to 90 ഡെസിബിൾസിനകത്ത് ഡെസിബിൾ സൗണ്ടുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ തന്നെ ഹിയറിംഗ് ലോസിനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 140 decibel is painful and 180 decibels can even kill a people. അപ്പോ 180 decibels of sound, 180 decibels of sound എന്താണ് നോയ്സ്, 180 decibel of sound നോയ്സ് എന്താണ് അത് ആൾക്കാരെ ചിലപ്പോൾ ആൾക്കാർക്ക് മരിക്കാൻ വരെ സാധ്യതയാണ്. ബിക്കോസ് എന്താണ് അതിന്റെ നെർവസ് ബ്ലഡ് പ്രഷർ ഒരുപാട് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഹാർട്ട് അറ്റാക്സ് പോലുള്ള സാധനങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. Amplified rock music is 120 decibels. Most of the electronic vehicles and motors are above 80 decibel level. High level noise may interfere with natural cycles of animal, including feeding behavior, breeding rituals and migration path. അപ്പോൾ മൈഗ്രേഷൻ പാത്സ് വരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കാലക്രമേണ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ എണ്ണം വളരെ കുറഞ്ഞു വരുവാണ്. അപ്പൊ അതിന്റെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ എണ്ണം കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പൊല്യൂഷൻ ആണ്. ആ പൊല്യൂഷൻ എന്ന് പറയുന്നത് എയർ പൊല്യൂഷനും ഇപ്പൊ പറയുന്ന കണക്ക് നോയ്സ് പൊല്യൂഷൻ. ഫാക്ടറീസ് ഒരുപാട് വന്നു. അർബനൈസേഷന്റെ എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ എഫക്റ്റ് ആയിട്ട് ഒരുപാട് ഫാക്ടറീസ് വന്നു. ഫാക്ടറീസ് വന്നപ്പോൾ അവിടെ നിന്ന് നോയ്സ് പൊല്യൂഷനും എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒരുപാട് ഇൻക്രീസ് ചെയ്തു. and it affects some migratory routes of birds. ഈ ഒക്കുപേഷണൽ ഹിയർ ലോസിന്റെ സിംറ്റംസ്. ഒക്കുപേഷണൽ ഹിയർ ലോസ് എന്താന്ന് പറഞ്ഞു, നമുക്ക് എന്താണ് ഒരു ഫാക്ടറീസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോയ്സ് കൊണ്ടുണ്ടാകുന്ന ഹിയർ ലോസ് ആണ് ഒക്കുപേഷണൽ ഹിയർ ലോസ്. Feeling of fullness in the ear. Sound may seem muffled, cannot hear high frequency sounds. Ringing in the ear while listening to high frequency sound. Ringing in the ear while listening to high frequency sound. Loud noise for long period of time or sudden burst of sound can cause occupational hearing loss. Loud noise for long period of time or sudden burst of sound can cause occupational hearing loss. Hearing that does not return after an acute noise injury is termed as a permanent threshold shift. So what are the actions taken to remove എന്തെങ്കിലും നോയ്സിന്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള എന്തൊക്കെ ആക്ഷൻസ് നമുക്ക് എടുക്കാം? യൂസ് ഓഫ് നോയ്സ് ബാരിയേഴ്സ്. അപ്പൊ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ എപ്പോഴും ഈ ഫാക്ടറീസിൽ എപ്പോഴും കണ്ടിന്യൂസ് എക്സ്പോഷർ, ഇപ്പൊ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്ന വർക്കേഴ്സിന് അവർക്ക് എന്താണ് സൗണ്ട് കട്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഹെഡ്സെറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലിമിറ്റേഷൻ ഓഫ് വെഹിക്കിൾ സ്പീഡ്, alteration of roadway surface textures, limitation of heavy duty vehicles, use of traffic controls that smooth vehicle flow to reduce braking and acceleration, innovative trial designs. അപ്പോൾ നമുക്കറിയാം ചില ബൈക്കുകളിലൊക്കെ എന്താണ് സൈലൻസറൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര നോയ്സ് ആയിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. എന്താണ് ആക്സിലറേഷൻസും ബ്രേക്കിങ്സും ഒക്കെ എന്താണ് കുറച്ച് നോയ്സ് ഫ്രീ ആക്കുന്ന രീതിയിൽ റോഡ് ഡിസൈൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് റൂൾസ്. സോ നമുക്ക് നോയ്സ് പൊല്യൂഷന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് കൊണ്ടുവന്നായിരുന്നു. നോയ്സ് റെഗുലേഷൻ റൂൾ അണ്ടർ ദി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്
1986. അപ്പോൾ 1986-ലാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്. 1986-ൽ നമുക്ക് നോയിസ് റെഗുലേഷനും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ഇൻഡസ്ട്രിയൽ നോയിസ് 75 ഡെസിബൽ, കൊമേഴ്ഷ്യൽ 65 ഡെസിബൽ, റെസിഡൻഷ്യൽ സോണിൽ 55 ഡെസിബൽ, പിന്നെ നോ പബ്ലിക് അഡ്രസ് സിസ്റ്റം ആഫ്റ്റർ 10 PM ആൻഡ് ബിഫോർ 6 AM. അതിപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. 10 PM മുതൽ 6 AM വരെ ആണ് പബ്ലിക് മീറ്റിംഗ്സ്, അതായത് സ്പീക്കേഴ്സ് അത് കണക്കുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് പബ്ലിക് ഗ്യാതറിങ്സ് ഒന്നും പബ്ലിക് മീറ്റിംഗ്സ് നടത്തരുത്. അങ്ങനെ നടത്താൻ അപ്പോഴും നമുക്ക് ഗവൺമെന്റ് പെർമിഷൻ ഇല്ല 10 PM to 6 AM ടൈമിൽ. So what can I do to make a difference? So നമുക്ക് എങ്ങനെ സ്വയമായിട്ട് ജസ്റ്റ് അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഉള്ള പോയിന്റ്സ് ഇത് ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് പോലീസ്, ഒരുപാട് ലൗഡ് നോയിസ് എക്സ്പോസ് ആവുന്ന റീസൺസ് വരുവാണെങ്കിൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നോയിസ് പൊല്യൂഷൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് ഒരു നോയിസ് പൊല്യൂഷൻ, അതിന്റെ ഒരു എഫക്ട്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്ക് ഇക്വലന്റ് സൗണ്ട് പ്രഷർ, നോയിസ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടോപ്പിക്സും കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോയിസ് പൊല്യൂഷൻ, സോഴ്സസ് ഓഫ് നോയിസ് പൊല്യൂഷൻ, പിന്നെ സോഴ്സ് ഓഫ് നോയിസ് പൊല്യൂഷനകത്ത് തന്നെ നമുക്ക് പിന്നെ കൺട്രോളിങ് മെഷേഴ്സ്, എങ്ങനെയൊക്കെ നമുക്ക് നോയിസ് പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്.